താരിഫ് ഭീഷണി മുഴക്കി ലോകരാജ്യങ്ങളെ അമേരിക്ക മുൾമുനയിൽ നിർത്തി. ഇപ്പോഴിതാ അമേരിക്കയെയും ട്രംപിനെയും തിരിച്ചടിച്ചിരിക്കുകയാണ് ചൈന. 4 ഭാഗത്തു നിന്നുള്ള ആക്രമണമാണ് ചൈനീസ് ഭരണകൂടം നടത്തിയിരിക്കുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% താരിഫ് ഏർപ്പെടുത്തിയ അമേരിക്കയ്ക്ക് ചൈന 15% തീരുവയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ ടിക്ടോക്കിനോടുള്ള ട്രംപിൻ്റെ മനോഭാവത്തിന് ഗൂഗിളിനെതിരെ വിശ്വാസവഞ്ചനാ കേസ് ചുമത്തി. ഗൂഗിളിനെതിരെ ചൈനയുടെ കുത്തക വിരുദ്ധ നിയന്ത്രണ ഏജൻസിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ലോക വ്യാപാര സംഘടനയിൽ അമേരിക്കയുടെ നിയമലംഘനങ്ങൾക്കെതിരെ പരാതിയും ചൈന നൽകിയിട്ടുണ്ട്. US കൽക്കരിക്കും ദ്രവീകൃത പ്രകൃതിവാതകത്തിനും ചൈന 15% തീരുവ ചുമത്തും. അസംസ്കൃത എണ്ണ, കാർഷിക ഉപകരണങ്ങൾ, ഓട്ടോ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും 10% തീരുവ ചുമത്തും. ചൈനീസ് വാണിജ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. ഒറ്റയടിക്ക് നയപരമായ തിരിച്ചടിയും നിയമപരവും സാങ്കേതികപരവുമായ വെല്ലുവിളികളുമാണ് അമേരിക്കയ്ക്കെതിരെ ചൈന പ്രയോഗിച്ചിരിക്കുന്നത്. ഇതോടെ ആഗോള വ്യാപാര യുദ്ധത്തിൻ്റെ 2ാം ഘട്ടത്തിന് ആരംഭമാകുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. മെക്സിക്കോ, കാനഡ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് തീരുവ ചുമത്താനുള്ള ഉത്തരവിൽ 2 ദിവസം മുമ്പാണ് ട്രംപ് ഒപ്പുവെച്ചത്. പിന്നാലെ മെക്സിക്കോ, കാനഡ ഭരണകൂടങ്ങളുമായി ചർച്ച നടത്തുകയും ഈ ഉത്തരവ് മരവിപ്പിക്കുകയും ചെയ്തു. ശേഷിച്ചത് ചൈന മാത്രമായിരുന്നു. എന്നാൽ ചർച്ച എന്ന അമേരിക്കൻ തന്ത്രത്തെ ചൈന അതിവിദഗ്ധമായി മറികടക്കുകയായിരുന്നു. ഏതായാലും അടുത്ത 24 മണിക്കൂറിൽ ചൈനീസ് പ്രസിഡൻറ്റുമായി സംസാരിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഈ ചർച്ച കൂടി കഴിഞ്ഞാലേ കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാവുകയുള്ളൂ. അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്നൊഴുക്കും രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ തടയാനാണ് താരിഫുകൾ ലക്ഷ്യമിടുന്നതെന്നാണ് ട്രംപ് ഭരണകൂടം ന്യായമായി പറഞ്ഞിരുന്നത്. ചൈനയിൽ നിന്നുമാണ് ഫെൻറ്റനിൻ വരുന്നതെന്നും ട്രംപ് ആരോപിച്ചിരുന്നു. ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന മരുന്നാണിത്. ഹെറോയിനേക്കാൾ 50 മടങ്ങും മോർഫിനേക്കാൾ 100 മടങ്ങും വീര്യമുള്ളതാണ് ഈ മരുന്ന്. ഇത് ലഹരി ആവശ്യത്തിനായി വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കയിലേക്ക് വ്യാപകമായി ഈ മരുന്ന് എത്തുന്നുമുണ്ട്. എന്നാൽ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണെങ്കിലും ആഗോള ശക്തി തങ്ങളാണെന്ന് തെളിയിക്കാനാണ് ട്രംപ് വെല്ലുവിളികളിലൂടെ ശ്രമിച്ചതെന്ന നിരീക്ഷണവും ഉണ്ട്. ഏതായാലും അമേരിക്കയ്ക്ക് അടിയറവ് പറയില്ലെന്ന് തന്നെയാണ് ചൈനയുടെ പ്രതികരണം വ്യക്തമാക്കുന്നത്.